സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നവർക്കും ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ജനറൽ അവയർനെസ് പ്രോഗ്രാമാണ്. അല്പം ടിപ്സുകളാണ്. നമുക്ക് ഈ ഷോർട്ടായ കമ്പോണൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതുകൊണ്ട് ചെറിയ ഒരു ടിപ്സാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തി. വേറൊരു മോഡൽ ഇന്ന് പരിചയപ്പെടാം. അതിനൊരു ചെറിയൊരു എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താം. എക്യുപ്മെന്റ്സ് ഇതെന്താ, അതിന്റെ പേരെന്താണ്? റോഷൻ ഡിസ്പെൻസർ. റോഷൻ ഡിസ്പെൻസർ. അപ്പൊ ഈ റോഷൻ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത പേര് തന്നെയാണ് അല്ലേ? ആരാണ് അയാള്? റോഷൻ ആയിക്കോട്ടെ. തുറക്ക്. ഇതെന്താ സാധനം നോക്കട്ടെ. അപ്പൊ ഈ കില്ലർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് റോഷൻ എന്ന് പേരുണ്ടോ? ഇല്ലല്ലേ. കില്ലർ ഇതെന്താ ഒരു ട്യൂബോ? പണ്ടത്തെ വാക്യൂം ട്യൂബ് പോലെ അല്ലേ? പണ്ടത്തെ വാക്യൂം ട്യൂബ്. ഇതിൽ ബാറ്ററി ഉള്ളതാ? റീചാർജബിൾ ആണ്. ഓക്കെ. ഇതെങ്ങനെ ഇതിന്റെ വർക്കിംഗ്? ഇതിനകത്തേക്ക് എന്താ ഇട്ട് കൊടുക്കുക? ഇതിന്റെ റോഷൻ ഫ്ലെക്സ് ഈ റോഷൻ ഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ സാധനം അല്ലേ? ഇതിന് എത്ര രൂപ വിലയുണ്ട് ഈ ഒരു സാധനത്തിന്, ഈ ഫ്ലെക്സിന്? ഇതിന് 60 രൂപ. അത്രേ ഉള്ളൂ. ഇത് പൊടിച്ചിടുക. ഇതിങ്ങനെ പൊടിച്ചിട്ടിടുക. കുത്തി പൊടിച്ചാൽ കിട്ടും. എന്നിട്ട് അതിനുള്ളിൽ ഇടുക. ഈ സാധനത്തിന്റെ ഉള്ളിൽ ഇടുക. എന്നിട്ട് മൂടുക. ഓക്കെ, മൂടി. ഇനി ഈ സ്വിച്ച് ഓൺ ആക്കുക. ഇവിടെ സ്വിച്ച് ചെയ്യുക. അപ്പൊ എന്താ ഉണ്ടാവുക? ഹീറ്റ് ആയിട്ട് ഇങ്ങനെ സ്മോക്ക് ആയിട്ട് വരും. എന്നിട്ട് അത് ബോർഡിലേക്ക് അത് ബോർഡിലേക്ക് ഒഴിക്കേ? ആ ബോർഡിലേക്ക് ആ ചൂടോടെ ഒഴിക്കുക. ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഡ്രൈ ആവും. ഇതേമാതിരി പിന്നെ ബോർഡ് ഷോർട്ട് കില്ലറിലോ അല്ലെങ്കിൽ മദർ ബോർഡ് ടെസ്റ്ററിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ പൊടി ഇതിലേക്ക് പൊടിച്ച് ഒഴിക്കുന്ന ഒരു മെഷീൻ മാത്രമാണിത്. ഓക്കെ. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഞാൻ ഒരു സോൾഡറിംഗ് ആൻഡ് ഇട്ട് ചൂടാക്കിയിട്ടാണ് അത് പൊടിച്ചൊഴിച്ചത്. അതിന് പകരത്തെ ഒരു ചെറിയൊരു ഹീറ്ററാണ്, ഒരു കുഞ്ഞ് ഹീറ്റർ. ഈ പൊടിച്ചിട്ട് ഈ പൊടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ലിക്വിഡായിട്ട് വരും അല്ലേ? ലിക്വിഡായി വരും. ആ ലിക്വിഡാണ്ട് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് പവർ കൊടുക്കുമ്പോൾ ഈ പവറിൽ നിന്ന് ഇത് ഹീറ്റാവും. കമ്പൗണ്ട്സ് ഹീറ്റാവും. ഹീറ്റാവുമ്പോൾ ആ സെക്ഷൻ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. അതിനൊരു ചെറിയ ഒരു കുഞ്ഞ് ഹീറ്റർ ഇതോ. ഓക്കെ. പിന്നെ എന്താണ് ഒരു റോഷൻ കില്ലർ? പിന്നെയുള്ള ഒരു വിദ്യയാണ് ഈ കില്ലർ എന്ന് പറയുന്നത്. ഈ കില്ലർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മൊത്തം ചീത്തയാവാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ഹൈ ആംബിയർ ആണ് മൊബൈൽ ഫോണിലൂടെ കടത്തിവിടുന്നത് ഈ ഒരു പവർ സപ്ലൈ ഉപയോഗിച്ച്. സംഭവം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര അപകടകാരിയല്ല. അല്ലാത്ത ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പണി പാളും. ഇത് പവറൊക്കെ കൊടുത്ത് ഈ പവർ കൊടുക്കണ നേരെ മദർ ബോർഡിക്കല്ലേ, അഥവാ ബാറ്ററി സ്ഥലത്ത്. അപ്പോൾ ബാറ്ററി കൊടുക്കണ 4.7 വോൾട്ടിന്റെ സ്ഥലത്തേക്ക് ഹൈ ആംബിയറിൽ ഇതൊന്നും എത്ര 8-10 ആംബിയർ ഉണ്ടാവും. ഓക്കെ. അത്രയും ആംബിയറിൽ നേരെ അങ്ങോട്ട് ഫീഡ് ചെയ്യുക. ബാറ്ററി കൊടുക്കുന്നിടത്തേക്ക് ഇത് നേരെ അങ്ങോട്ട് കുത്തി കൊടുക്കുക. ഉടനെ തന്നെ നമ്മുടെ ഈ ബോർഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഇത് നേരാണ് കൊടുക്കുക. ഉടനെ എന്താ സംഭവിക്കുക വെച്ചാൽ അമിത കറണ്ട് ഒഴുകി ഇതിലുള്ള കമ്പോണൻസ് അങ്ങ് പൊട്ടും. ഷോർട്ടായത് അങ്ങോട്ട് ഓപ്പൺ ആവും. പിന്നെ ഉടനെ തന്നെ അതെടുത്ത് വേറെ വെക്കുക. നമുക്കറിയില്ല ഏതാ ഷോർട്ടായത്. അപ്പം അതിനെ ഓവർ കറണ്ട് ഒഴുക്കി വിട്ട് അതിനെ ഷോർട്ടാക്കി കരിച്ച് കളയാമെന്നാണ്. കില്ലർ എന്നാണ് ഇതിന് പേര് പറയണത്. കൊന്നു കളയുക. ആ കമ്പോണൻസിനെ പാടെ കൊല്ലുക. അപ്പോൾ ആരാ മരിച്ചത് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ബോധം പോയി കിടക്കുന്ന ആളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പാതി ജീവനുണ്ട്, പാതി ജീവനില്ല. അങ്ങനെ കിടക്കുന്ന ആളെ ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മുഴുവനും കത്തിക്കരിഞ്ഞാൽ ബേണായി പൊട്ടിക്കിടക്കണേനെ നമുക്ക് കണ്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ കമ്പൗണ്ട്സിനെ വെക്കാം. അങ്ങനെ ഒരു കില്ലറാണ്. ഈ കില്ലറിന് എന്ത് വിലയുണ്ട്? ഒക്കെ ഒരു 4-5,000 ഉറുപ്പിയുടെ റേഞ്ചാണ്. ഏതായാലും സാധനങ്ങൾ എവിടുന്ന വെച്ചാൽ മേടിക്കും. ഞാനിതിൻ്റെ ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ഷോർട്ടേജ് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനുമുള്ള പല ടിപ്സുകളാണ് ഇവിടെ പങ്കുവച്ചത്. ഇനിയും അടുത്ത എപ്പിസോഡിലൂടെ പുത്തൻ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.